PSC പരീക്ഷാ ക്രമക്കേടിൽ സമരം ശക്തമാക്കാൻ യുവമോർച്ച നാളെ വൈകിട്ട് 3 മണിക്ക് PSC ആസ്ഥാനത്ത് രാപ്പകൽ സമരം ആരംഭിക്കും. PSC ചെയർമാന്റെ അനുമതിക്ക് വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥൻ കാത്തു നിൽക്കേണ്ട സാഹചര്യം അംഗീകരിക്കാനാവില്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. PSC പരീക്ഷാ ക്രമക്കേടിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും വരെ സമരം തുടരാനാണ് യുവമോർച്ചയുടെ തീരുമാനം. PSCയുടെ അന്വേഷണത്തിന് ഒരു സംഭാവനയും ചെയ്യാൻ പറ്റാത്ത, PSCയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകളെക്കുറിച്ചൊന്നും ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയാത്തൊരു അന്വേഷണ സംഘത്തെ PSCയുടെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ വേണ്ടി കേരളത്തിലെ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം. PSC ചെയർമാൻ്റെ അനുമതിയും കാത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ പുറത്തു നിൽക്കേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഒരേ സമയത്ത് കഴിഞ്ഞ സർക്കാരിനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വവും അതോടൊപ്പം ജനങ്ങളുടെ കണ്ണിലും യുവാക്കളുടെ കണ്ണിലും പൊടിയിടുക എന്നൊരു ഉത്തരവാദിത്വവും VD സതീശൻ ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.